Hello everyone, I am Dia. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഒരു ഡെസ്ക് മേക്കോർ വീഡിയോ ആണ്. കുറച്ച് കാലം മുന്നേ നിങ്ങളെ ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് ചെയ്തതും ഞാൻ നിങ്ങളോട് കൂടുതൽ പറഞ്ഞ് നിങ്ങളെ കൊതിപ്പിച്ചുമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഡെസ്ക് മേക്കോർ. കുറേ കാലം എന്ന് പറയുമ്പോൾ ഒരു 2 മാസമൊക്കെ മുന്നേ, സ്കൂളൊക്കെ തുറക്കണതിന് മുന്നേ. അപ്പം ഏതായാലും അപ്പം എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷേ ഞാൻ വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ച് നമ്മളൊരു വീഡിയോ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡെസ്ക് ആദ്യം ആ കിടന്ന റൂമിലായിരുന്നു. ആ റൂമിൽ നിന്ന് ഞാൻ മെല്ലെ വേറെ റൂമിലേക്ക് മാറ്റി. അപ്പം ഞാനങ്ങനെ കുറച്ച് ക്രാഫ്റ്റ് ഐറ്റംസ്, ഈ ഡെസ്ക് മേക്കോർ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫുൾ എന്ത് വെച്ചിട്ടാണ്, ജസ്റ്റ് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് തട്ടിക്കൂട്ടി റെഡിയാക്കി ചെറിയ ക്രാഫ്റ്റും പരിപാടികളൊക്കെ ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ഡെസ്ക് അടിപൊളിയാക്കി എടുത്തുള്ളത്. അപ്പം ആദ്യം ഞാൻ തുലിപ്സ് ഉണ്ടാക്കുകയാണ്. ഒരു ഡെസ്ക് എസ്തെറ്റിക് ആക്കാൻ നമ്മൾ നോക്കുകയാണെങ്കിൽ, അങ്ങനെയൊന്നുമില്ല, ചെറുതായിട്ടൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ പിൻട്രസ്റ്റൊക്കെ തപ്പാണ് ആദ്യം കാണുന്നത് തുലിപ്സ് ആയിരിക്കും. അപ്പം ഞാൻ ആദ്യം ഈ തുലിപ്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. തുലിപ്സ് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് എനിക്കൊരു ഐഡിയ ഇല്ല ഇനി. പക്ഷേ ഞാൻ പണ്ടെന്തോ ആക്രി വെച്ച് വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ച് എന്തോ പരിപാടിക്ക് ഉണ്ടാക്കിയൊരു ഓർമ്മ ഉണ്ട് ഇനി, എന്ത് ഫ്ലവർ. അപ്പം അങ്ങനെ അത് ഞാൻ പിങ്കൊക്കെ കൊടുത്ത് ഞാൻ നല്ല അടിപൊളി തുലിപ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോ വേണമെങ്കിൽ നമ്മളെ ഷോർട്ട് വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കുറച്ച് മുന്നേ. അപ്പോൾ അവിടെ പോയി നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഇതന്നെ ഒന്ന് മതിയായിരിക്കും, നോക്കിയാൽ മതി. അപ്പോൾ അതാ അങ്ങനെ നമ്മളെ ടേബിൾ റൂം ചേഞ്ച് ആക്കിയിട്ടുണ്ട്. അയ്യോ, ടേബിൾ റൂം ചേഞ്ച് ആക്കി. ടേബിളിൻ്റെ ഒരു ദിശയും എന്തൊക്കെ മാറ്റി ആ റൂമിൽ നിന്ന് ഈ റൂമിലോട്ട് നമ്മൾ കൊണ്ടുവന്നു. ഇപ്പോൾ ഇതാ ഈ ബെഡ് എടുക്കുന്ന ഈ ഏരിയ, ഇവിടെയായിരുന്നു നമ്മൾ ടേബിൾ ആദ്യം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഉന്തിത്തള്ളി അവിടേക്ക് കൊണ്ടുപോയിട്ടതാണ്. അപ്പം ടേബിളിൻ്റെ ഉള്ളിലത്തെ എല്ലാ സാധനങ്ങളും പരത്തിയിട്ടിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ഇപ്പോൾ അവസ്ഥ എന്ന് പറയുന്നത്. ഞാൻ ഈ റൂമിൽ നിന്ന് മാറ്റാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എന്താ പറയുക, ചുമരിന് പെയിൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെളിച്ചം കുറവുണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ. പിന്നെ മറ്റേ റൂമിൽ കുറച്ചും കൂടിയും ജനൽ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ അങ്ങോട്ട് മാറ്റിയതാണ്. അപ്പോൾ ഇതിനുള്ള ഓരോ ഐറ്റംസാണ്. അങ്ങനെ വാൾ പോസ്റ്റേഴ്സും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ടാബിൾ നമ്മൾ ഓൾറെഡി എന്താ വെച്ചാൽ വാൾപേപ്പർ വെച്ചിട്ട് വൈറ്റ് ആക്കിയതായിരുന്നു. അപ്പം അത് ഞാൻ പിന്നെ എനിക്ക് അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിലില്ല, അതുകൊണ്ടാണ്. അങ്ങനെ പിന്നെ നമ്മൾ അവിടുത്തെ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് നമ്മൾ ടാബിളിൻ്റെ ഉള്ളിൽ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിതിന് വൈറ്റ് അടിച്ചു കൊടുക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വൈറ്റ് കളർ ടേബിൾ എന്ന് പറയുന്നത്. അപ്പം ഞാൻ കുറച്ചായി പറയുന്നത് ഒരു സ്റ്റഡി ഡെസ്കൊക്കെ വാങ്ങി തരണമെന്ന്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച വേണ്ട എന്ന് വിചാരിച്ച് ഞാനിതിന് കണ്ണും പൂട്ടി വൈറ്റ് കളർ അടിക്കുകയാണ്. കണ്ണും പൂട്ടി എന്ന് പറയുമ്പോൾ സത്യത്തിൽ കണ്ണും പൂട്ടി. പെരയിൽ താഴെ പറയാതാണ് ഞാൻ ഈ പണിയൊക്കെ എടുക്കുന്നത്. ഉമ്മനോടൊന്നും പറഞ്ഞിട്ടില്ല. ഞാനങ്ങ് കണ്ണും പൂട്ടി എല്ലാം റെഡിയാവുന്നുള്ളതിൽ പെയിൻ്റ് അടിക്കുകയാണ്. പിന്നെ ഇതെന്ത് പെയിൻ്റാന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ നോമ്പിന് മുന്നേ ആയിട്ട് പെയിൻറ്റ് പണി നടന്നിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് ജനാലിൻ്റെ കമ്പിക്കൊക്കെ അടിക്കാൻ വേണ്ടി കൊണ്ടുവന്ന പെയിൻ്റായിരുന്നു. അത് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തുകൊണ്ടുവന്ന് നമ്മൾ പെയിൻ്റ് അടിക്കുകയാണ്. അങ്ങനെ ഫസ്റ്റ് കോട്ടൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഒരു ദിവസം കൊണ്ടൊന്നും ചെയ്ത പണികളല്ല, ഓരോ ദിവസം കൂടുമ്പോൾ ചെയ്തതാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പം ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവരെ ഇതിൻ്റെ ടാബിളിൽ ചേഞ്ചസ് ഇങ്ങനെ വരുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതിപ്പോൾ എനിക്കിങ്ങനെ ഇനി വീഡിയോ എടുക്കാനില്ല, ഇതുവരെ ഉള്ളതാണ് ഇനി നമ്മൾ കാണിക്കണേ. അങ്ങനെ നമ്മൾ പെയിൻ്റൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. കുറേ സാധനങ്ങളൊക്കെ ഇവിടെ കിടപ്പാണ്, ഒക്കാണ്ട് കൊണ്ടുപോയിട്ടില്ല. ജസ്റ്റ് ടാബിളൊന്ന് സെറ്റാക്കാനുള്ള സാധനം മാത്രം അവിടെ കൊണ്ടുപോയി വെച്ച്. എന്താ വെച്ചാൽ എനിക്ക് കുറച്ച് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പം ഇവിടെ ഒന്ന് ജസ്റ്റ് അതിൻ്റെ മേൽഭാഗം ഒന്ന് സെറ്റാക്കി. അങ്ങനെ പിന്നെ നമ്മളൊരു വാൾ ഗ്രിഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോസൊക്കെ നമ്മുടെ ഷോർട്ട് വീഡിയോസിലുണ്ട്. കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള വീഡിയോസിലെടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. അപ്പം എങ്ങനെയാണ് വാൾ ഗ്രിഡ് ഉണ്ടാക്കാന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇനി സാധനങ്ങളൊക്കെ അതിനുള്ളിൽ വെക്കണമല്ലോ. അങ്ങനെ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതൊന്ന് വൃത്തിയാക്കാണ്. ജസ്റ്റ് ഒന്ന് കുറച്ച് എന്താ പറയുക, സോപ്പൊക്കെ സ്പ്രേ ചെയ്തതിന് ശേഷം നമ്മളൊന്ന് തുടച്ച് വൃത്തിയാക്കി നമ്മളെ പെയിൻറ്റ് ആൻഡ് ആക്രി ഐറ്റംസൊക്കെ ഇതിൽ കയറ്റുകയാണ്. എനിക്ക് ഒരു കാലത്ത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു പെയിൻറ്റ് ചെയ്യുക എന്നുള്ളത്. ഇപ്പോഴും ഇഷ്ടമൊക്കെ തന്നെയാണ്. പക്ഷേ എന്താ അറിയില്ല, എനിക്ക് ബോറടിക്കും. പണ്ടൊക്കെ എനിക്കറിയുമ്പോൾ ബോറടിക്കുമ്പോഴായിരുന്നു ഞാൻ പെയിൻ്റ് അടിച്ചിരുന്നത്. എനിക്കിപ്പം പെയിൻ്റ് അടിക്കുമ്പോഴേ ഫുൾ ബോറടിയാണ്, എന്താണെന്നറിയില്ല. അങ്ങനെ പിന്നെ നമ്മൾ ഫുൾ ക്ലീനാക്കി നമ്മുടെ സാധനങ്ങളൊക്കെ കയറ്റി വെക്കുകയാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കണ്ണർക്കാണെങ്കിൽ എൻ്റെ പേര് ഫാത്തിമാദിയ. ഞാനിപ്പോൾ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. നമ്മുടെ ചാനലിൽ ഇങ്ങനത്തെ ഓരോ വീഡിയോസും കുറച്ച് സ്റ്റഡി അങ്ങനെ ഐറ്റംസും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചാനലാണ്. വീഡിയോസൊക്കെ ചെക്ക് ചെയ്ത് ഇഷ്ടമാവുകയാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരു സ്റ്റുഡൻസിനും ഒക്കെ പറ്റിയ ഒരു അടിപൊളി ചാനലാണ്. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത് ഈടായിട്ട് എനിക്ക് വീഡിയോസ് ഇടാൻ കുറച്ച് മടിയാണ്, കുറച്ചധികം മടിയാണ്. എല്ലാ വീഡിയോയിലും പറഞ്ഞ പോലെ ഇൻഷാ അല്ലാ വൺ ഡേ നമുക്ക് സെറ്റാക്കാം. അങ്ങനെ പിന്നെ അതൊക്കെ നമ്മൾ ഏകദേശം ഒതുക്കി വെച്ചതിന് ശേഷം കുറച്ച് ആക്രി ഐറ്റംസ് ഉണ്ട്. എന്ന് വെച്ചാൽ എനിക്ക് പിന്നീട് ഉപകാരപ്പെടും.
ഉപകാരപ്പെടുമെന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ അൽക്കൂത്ത് പരിപാടി എടുക്കുമ്പോൾ നമുക്ക് സാധനം വേണ്ടി വരും. പക്ഷെ എന്നിട്ട് വലിച്ചറിഞ്ഞാൽ പിന്നെ നമുക്ക് ആ പരിപാടി നടക്കില്ല. അപ്പം ഞാൻ എന്താട്ടി ഇവിടെ എക്സ്ട്രാ കിടക്കുന്ന ഒരു സ്റ്റൂളുണ്ടായിന്, സ്റ്റൂള് കമത്തി വെച്ചാണ്ട് അങ്ങനത്തെ എനിക്ക് വേണം വേണ്ട എന്നുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ഐറ്റംസും ആക്രി ഐറ്റംസൊക്കെ അതിൽ ആക്കി വെച്ച് അങ്ങനെ അതൊക്കെ അവിടെ സെറ്റാക്കിയതിന് ശേഷം ഇതിപ്പോൾ നമ്മൾ സ്റ്റഡി ലാബിൽ കൊണ്ടുവന്ന് വെച്ച റൂമിലുള്ള അയൺ എന്താ പറയുക സ്ഥിരപ്പെട്ടിയും അയൺ ബോക്സും അതിൻ്റെ സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ എടുത്താണ് നമ്മൾ പണ്ട് നമ്മളെ സ്റ്റഡി ലാബിലില്ലേനോ ആ റൂമിൽ കൊണ്ടുപോയി വെച്ച്. അപ്പോൾ അതാ ഈ ഒരു വലിയ റൂം ഇപ്പോൾ ഫുൾ കാലിയാണ്, വെറും എൻ്റെ സ്റ്റഡി ലാബിൽ മാത്രം. അപ്പോൾ അതാ അങ്ങനെ നമ്മളിവിടെ അടിച്ചേരി വൃത്തിയാക്കുകയാണ്. ഫുള്ള് ചണ്ടിയും പൊടിയൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മളൊന്ന് നന്നാക്കി അടിച്ചേരി വൃത്തിയാക്കുകയാണ്. നമ്മളെ സ്റ്റഡി ടാബിൾ ഇപ്പോൾ വെറും ഒരു കോട്ടേ വൈറ്റ് പെയിൻറ്റ് അടിച്ചിട്ടുള്ളൂ, ഇനാമൽ പെയിൻറ്റ്. ഇനി നമുക്ക് സെക്കൻഡ് കോട്ടും കൂടി അടിക്കണം. ഇത് ഉണങ്ങിയിട്ടില്ല, ഉണങ്ങാൻ എനിക്ക് ഏകദേശം 2 ദിവസമൊക്കെ എടുത്തിട്ടുണ്ട്. ഒരു തരം ഒട്ടിപ്പ് പോലെ ഇങ്ങനെ ഫീൽ ആവുക. അങ്ങനെ പിന്നെ ടാബിളൊക്കെ ക്ലീനാക്കി സെറ്റാക്കിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ കുഴപ്പമില്ല, രസമൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. ഇനി നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വരാനുണ്ട്. ഞാൻ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണെന്നൊക്കെ വെച്ചാൽ ഒന്ന് വാൾ പോസ്റ്റേഴ്സാണ്. ഒരു ടാബിള് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ലുക്കൊക്കെ ആക്കണമെങ്കിൽ എന്ത് വേണം, വാൾ പോസ്റ്റേഴ്സ് വേണം. അപ്പം അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ കുറച്ച് മുന്നേ നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിട്ടുണ്ടാവും. അപ്പം അതിൽ കിടപ്പുണ്ടാവും, നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങി വെക്കാം. കാരണം ചില പീസൊക്കെ ഭയങ്കര വേർത്തായിട്ടുള്ളൊരു സാധനമാണ്. അപ്പം ഞാനത് ഓർഡറൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക, മണി പ്ലാന്റിൻ്റെ വള്ളി ഉണ്ടല്ലോ, ആ സാധനം തൂക്കൽ ഇങ്ങനെ ഈ വൈൻസ് പോലത്തെ ഒരു ക്ലൈമ്പിങ് പ്ലാന്റ്സിൻ്റെ ആ സാധനം ഞാൻ ഒരുപാട് ഷോപ്പ് പറയുമ്പം ഒരുപാട് ഷോപ്പുകളിൽ ഞാൻ കയറി ഇറങ്ങിയിട്ടും എനിക്ക് 12 ബണ്ട് ഒന്നാകെയൊക്കെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞ്. അപ്പോൾ പിന്നെ ഞാൻ വാങ്ങിയില്ല. കാരണം വെച്ചാൽ 12 ബണ്ട് വാങ്ങിയിട്ട് എൻ്റെ പേര മൊത്തം നിറയ്ക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഞാൻ വാങ്ങിയില്ല. അങ്ങനെ പിന്നെ ഞാൻ മീഷോ നോക്കിയപ്പം പ്രൈസും വലിയ രീതിയിലില്ല, എനിക്കൊരു 2 ബണ്ട് കിട്ടും ചെയ്യും. അങ്ങനെ പിന്നെ ഞാൻ 2 ബണ്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. 100 സംതിങ് എന്താണ് പൈസ വന്നിട്ടുണ്ടായിരുന്നു. അതും ബുക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സാധനം വരാനുണ്ട്. അതുവരേക്കും അതാവുമ്പോഴത്തേക്കും നമുക്കൊന്ന് പകുതി മുക്കൊന്ന് ക്ലീനാക്കി വെക്കാം. അങ്ങനെ പിന്നെ ഇതാണ് എൻ്റെ ഫാൻ ഇതൊക്കെ തന്നെ ഉള്ളൂ. ഞങ്ങളെ മേലത്തെ റൂമിലാണ് ഇതൊക്കെ കിടപ്പുള്ളത്. ഇവിടെ അങ്ങനെ ആരും യൂസ് ചെയ്യാറില്ല, അത് ഞാൻ തന്നെ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഫാനൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അങ്ങനെ ഫാനൊക്കെ നല്ല തോത്തി വൃത്തിയാക്കി എടുക്കുകയാണ്. കുറേ കാലം പഴക്കമുള്ളതാണ്. എൻ്റെ വയസ്സുള്ള ഫാനാണ്. ഞാൻ ജനിക്കുന്ന സമയത്ത് എന്തോ വാങ്ങിയൊരു ഫാനാണ്. പിന്നെ അങ്ങനെ പിറ്റേ ദിവസമല്ല, 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ വാൾ പോസ്റ്റേഴ്സൊക്കെ വരാനുണ്ട്. അപ്പം ഞാൻ കുറച്ച് കാലം മുന്നേ ചെയ്തൊരു ഡിസ്കുമ്പോൾ പെയിൻ്റ് അടിച്ചൊരു സാധനം ഉണ്ടായിനി. അപ്പോൾ അത് അതിൻ്റെ മേലെ ഇവിടെ സ്റ്റഡി ടാബിളിൻ്റെ അവിടെ ഇങ്ങനെ ഒട്ടിച്ച് നോക്കി. പിൻട്രസ്റ്റിലൊക്കെ ആക്കാൻ നോക്കിയാണ്. പക്ഷേ അതൊരു മൂഞ്ചലായിട്ടാണ് എനിക്ക് ഫീലാക്കി. പിന്നെ ഞാനത് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ടാബിളും സെക്കൻഡ് കോട്ട് അടിച്ച് തീർത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ മുതൽ നമ്മുടെ ഇൻട്രസ്റ്റിംഗ് വാൾ പോസ്റ്റേഴ്സ്. അപ്പം അത് നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇതിന് എത്ര 200 സംതിങ് എന്തുവാണ് ആയെന്നാണ് എൻ്റെ ഒരു നിഗമനം ആണ് തോന്നുന്നു. അപ്പോൾ ഇതാണ് മുതൽ. ഇത് എങ്ങനെയാ വെച്ചാൽ എല്ലാം ഓൾമോസ്റ്റ് കുഴപ്പമില്ല. പക്ഷെ ചിലത് വെറും ഒന്നുമില്ലാത്ത പേപ്പേഴ്സ് ഉണ്ട്. ഒന്നുമില്ലാത്ത പറയുമ്പോൾ വൈറ്റ് ആയിട്ടല്ല, വെറുതെ കളേഴ്സ് ഇങ്ങനെ സ്പ്രെഡായി കിടക്കണേ. ബാക്കിയൊക്കെ അടിപൊളി സീൻ സാധനമാണ്. അപ്പം അതൊക്കെ നമ്മൾ മാറ്റിയതിന് ശേഷം നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക, ഞാൻ ആദ്യം നമ്മളെ ടാബിൾ ഒരു പിങ്കിഷ് തീമാണ് ആക്കാൻ വിചാരിച്ചിന്. പിന്നെ ഇതിൽ പിങ്ക് കുറവല്ല ഉള്ളത്, കൂടുതൽ പിങ്കാണ്, പിങ്കും ബ്ലൂ ഒക്കെയാണ്. പിന്നെ എല്ലാം കൂടി ആക്കാമെന്ന് വിചാരിച്ചു ഒട്ടിക്കാൻ. അങ്ങനെ ഞാൻ പിന്നെ കുറച്ചെണ്ണം സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒപ്പം നമുക്കൊരു ഡബിൾ സൈഡ് ടാപ്പ് കിട്ടും. അത് വെച്ച് ഞാൻ ഒട്ടിക്കുന്നില്ല. അത് വെച്ച് ഒട്ടിച്ചാൽ പിന്നെ വരച്ചെടുക്കുമ്പോൾ പെയിൻ്റ് അടക്കം പോരും. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു മാസ്കിംഗ് ടാപ്പ് വെച്ച് ഒട്ടിക്കുകയാണ്. മാസ്കിംഗ് ടാപ്പ് എന്താ പറയുക, തിരിച്ചു മറിച്ച് ഇങ്ങനെ വെക്കും. അപ്പോൾ നമുക്ക് നല്ലപോലെ എന്താ പറയുക ചുമരിൽ ഒട്ടിക്കാൻ കഴിയും. എന്നുവെച്ചാൽ മാസ്കിംഗ് ടാപ്പിന് ഒരു ഭാഗത്തെ പശ ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ ഇങ്ങനെ ഒട്ടിക്കും, എങ്ങനെ ഇപ്പോൾ പറയാം, ഇങ്ങനെ ഒട്ടിക്കും എന്നിട്ട് തിരിച്ച് ഒട്ടിക്കും. അങ്ങനെയൊക്കെയാണ്. അത് നിങ്ങൾ 2 പ്രാവശ്യം ഒട്ടിക്കുമ്പോൾ റെഡിയാവും. അതേപോലെ തന്നെ ആദ്യം ഒരു അറ്റം അവിടെ ഒട്ടിക്കും, എന്നിട്ട് മടിക്കിയിട്ട് വെടി ഒട്ടിക്കും. അങ്ങനെ അതൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചുമരിൽ ഇതെന്ത് ചെയ്യാണ്, പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു വാൾ പോസ്റ്റേഴ്സ് വന്നപ്പോഴാണ് നമ്മുടെ ടാബിളിൻ്റെ എൻ്റെ ലുക്ക് തന്നെ മാറിക്കിട്ടി. അത്രയും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല രസമുണ്ടായി. അങ്ങനെ പിന്നെ നമ്മൾ റെഡ് കളർ, അതേപോലെ തന്നെ പേർപ്പിൾ, പേസ്റ്റൽ ബ്ലൂ, അതേപോലെ തന്നെ പിങ്കൊക്കെ ആക്കി നമ്മൾ സെറ്റാക്കി എടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു കൊലത്തിലാണ് നമ്മൾ ആദ്യം ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത്. അതെന്ന് വെച്ചാൽ ഗ്യാപ്പ് വിടാതെ ഒട്ടിച്ചിനി. അപ്പോൾ നമ്മൾ ഏതോ ഒരു ഡൈൻമയിലെ ഫ്ലോഗിൽ എന്തോ ആരോ ഇട്ട് കുറച്ച് ഗ്യാപ്പൊക്കെ ആക്കി ഒട്ടിക്കളന്ന്. അങ്ങനെ പിന്നെ
പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം അത് ഗ്യാപ്പാക്കി ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും ഒരു ഗ്യാപ്പ് ഇടാതെ അട്ടിമിലട്ടി ഇങ്ങനെ ഒട്ടിച്ചെടുത്തുകയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ വാൾ ഗ്രിഡ് ഉണ്ടാക്കുന്ന വീഡിയോ നമ്മുടെ ചാനൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഷോർട്ട് വീഡിയോയിൽ. അപ്പം അതിൽ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അത് നമ്മൾ ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഞാൻ ആദ്യം മാസ്കിംഗ് ടേപ്പൊക്കെ ആക്കാൻ വിചാരിച്ച് പിന്നെ അത് ബോറാവും, കാരണം കാണും. അങ്ങനെയാണ് പിന്നെ നമുക്ക് വാൾ പോസ്റ്റേഴ്സ് വാങ്ങിയപ്പോൾ അതിൻ്റെ ഒപ്പം കിട്ടിയ മാസ്കിംഗ് ടേപ്പ് വെച്ച് നമ്മൾ എന്ത് ഒട്ടിച്ച് കൊടുക്കുകയാണ്, നമ്മളെ വാൾ ഗ്രിഡ് ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഈ വാൾ ഗ്രിഡ് പറഞ്ഞാൽ പേപ്പർ സ്ട്രോസ് ആണ്. അപ്പം അത് വെച്ച് നമ്മൾ ഉണ്ടാക്കിയ സാധനമാണ്. അപ്പോൾ അത് ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ സത്യം പറയണല്ലോ ഗൈസ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ഇഷ്ടമായെന്ന് വെച്ചാൽ വലിയ സ്വപ്നങ്ങളൊന്നും നമ്മൾ കാണരുത്, നമ്മളാൽ കഴിയുന്ന ഒരു രീതിയിൽ ഒരു നല്ല അടിപൊളി ഡെസ്ക് അത്ര. കാരണം വെച്ചാൽ എനിക്ക് വലിയൊരു പൈസ മുടക്കാറുള്ള സാധനം വന്നില്ല. ആകെ ഞാൻ വാങ്ങിയിട്ടുണ്ടാവുക ഈ ഒരു വാൾ പോസ്റ്റേഴ്സാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മണി പ്ലാന്റിൻ്റെ വള്ളികളുമാണ്. അല്ലാത്തൊരു സാധനം ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയിട്ടില്ല. എൻ്റെ കയ്യിൽ അക്രി ഐറ്റംസ് വെച്ചുണ്ടാക്കിയതാണ്. അപ്പോൾ അതാ നമ്മളെ പോസ്റ്റേഴ്സും സത്യം പറഞ്ഞാൽ നമ്മൾ വാങ്ങണ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് പ്രിൻ്റ് എടുക്കുക, അല്ലെങ്കിൽ കുറച്ച് പൈസ കുറയ്ക്കുന്ന രീതിയാണ് പ്രിൻ്റ് എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് പെയിൻറ്റ് ചെയ്ത് ഇങ്ങനെ എടുത്താലും മതി, കുറച്ച് സമയമൊക്കെ ഉള്ളവരാണെങ്കിൽ. അങ്ങനെ പിന്നെ ഞാനിത് എന്താക്കി, ഒന്ന് ഗ്യാപ്പ് കൂട്ടി എന്താ പറയുക നമ്മളെ പോസ്റ്റേഴ്സൊക്കെ ഒന്ന് ഒട്ടിച്ചതിന് ശേഷം ഒന്നും കൂടി സെറ്റാക്കി നമ്മളിതൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്ത് പിന്നെ നമ്മുടെ മണി പ്ലാന്റിൻ്റെ വള്ളി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഒട്ടിച്ച് നമ്മുടെ ടേബിൾ ഇപ്പോൾ ഏകദേശം അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താ വെച്ചാൽ എൻ്റെ 2 വള്ളിയാണ് വന്നിട്ടുള്ളത്. എങ്ങനെ ഒട്ടിക്കുകയാണെന്ന് എനിക്ക് എങ്ങനെയായിട്ടും മനസ്സിലാവില്ലേ. ഞാൻ ഒരുപാട് പ്രാവശ്യം ഒട്ടിച്ച് ഏകദേശം ഈ ക്വാളിറ്റിയിലാണ് പിന്നെ നമ്മൾ മാറ്റിയെടുത്തിട്ടുള്ളത്. സംഗതി ലുക്കൊക്കെ ഉണ്ട് വെച്ചാൽ ലുക്കൊക്കെ ഉണ്ട്, രസമുണ്ട്. അങ്ങനെ പിന്നെ ഒരു കലണ്ടറൊക്കെ സെറ്റാക്കി നമ്മളെ ഏകദേശം പരിപാടി തീർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എന്തെടുത്തില്ല, വീഡിയോസ് എടുത്തില്ല. അങ്ങനെ നമ്മുടെ പരിപാടിയൊക്കെ ഇനി സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ കോലം പിന്നെയും വൃത്തികേടായി തുടങ്ങി. എന്ന് വെച്ചാൽ നമ്മളെ എക്സാം സീസൺ ആയിരുന്നു. അങ്ങനെ എക്സാം കഴിഞ്ഞതിന് ശേഷം എന്താ പറയുക ഫുള്ള് വൃത്തികേടായി. അങ്ങനെ പിന്നെ ഞാനത് ക്ലീൻ ആക്കി. എന്ന് വെച്ചാൽ ഡെസ്ക് മേക്കോർ വീഡിയോയിൽ ഇപ്പോൾ എന്താണ് ക്ലീനിങ് വ്ളോഗും കൂടി വന്നിക്കണമെന്നൊക്കെ പറയാം. അങ്ങനെ പിന്നെ നമ്മുടെ ടേബിളൊക്കെ വൃത്തികേടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ അവിടെ എന്താക്കി വൃത്തിയാക്കി. ഇത് നമ്മളെ എന്താ പറയുക ആക്രി ഐറ്റംസ്. പിന്നെ അന്ന് ഞാൻ പെയിൻ്റ് അടിച്ച് ആ ടിന്നും കുപ്പിയും പാട്ടൊക്കെ ഇപ്പോഴും അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഞാൻ ഫുള്ള് ക്ലീൻ ആക്കാച്ചു, എന്നാലല്ലേ നമ്മളെ സ്റ്റഡി റൂമൊന്ന് ലുക്കായി കിട്ടുള്ളൂ. അങ്ങനെ പിന്നെ അതൊക്കെ നമ്മൾ പെറുക്കി കൂട്ടി എടുത്ത് നമ്മൾ അവിടെ അടിച്ചു കയറിയാണ്. പിന്നെ നമ്മളെ ടേബിളിൻ്റെ അവിടെ എൻ്റെ വിഷൻ ബോർഡ് നമ്മൾ പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എൻ്റെ 2025 എന്തിലായിരുന്നു ബുള്ളറ്റ് ജേർണലിൻ്റെ ഫസ്റ്റ് പേജിലൊക്കെ ആയിട്ടായിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പേജിൽ നിന്ന് ഞാനതങ്ങ് ആ ബുക്ക് ഞാൻ ആ പേജ് അങ്ങ് പിച്ചെടുത്ത് നമ്മൾ നമ്മുടെ എന്താ പറയുക വാളിൽ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും കൂടി നല്ല ലുക്കായി തോന്നി. പിന്നെ ലുക്ക് മാത്രമല്ല, വിഷൻ ബോർഡായി കിടക്കണമല്ലോ, അപ്പോൾ പിന്നെ വാളിൽ വേണം. പിന്നെ എൻ്റെ അനിയത്തി എന്നെ ടോട്ടലി എന്താ പറയുക സഹായിക്കുന്നുണ്ടായിരുന്നു, അടിച്ചേരി തന്നു. പിന്നെ ഇവിടെ ഓരോരോ പരിപാടി എന്താ വെച്ചാൽ എങ്ങനെ അറേഞ്ച് ചെയ്യണമെന്ന് വലിയ ഡൗട്ടായിരുന്നു. ഞാൻ കുറേ തിരിച്ചും മറിച്ചൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ലാസ്റ്റ് ഇങ്ങനെയൊക്കെ ആക്കി. എനിക്ക് സാധനങ്ങൾ കുത്തിത്തിരികാതെ ഞാൻ കുറേ നോക്കി, പക്ഷെ കുത്തിത്തിരികാഞ്ഞിട്ട് എനിക്കൊരു സമാധാനമില്ല. അങ്ങനെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ ടേബിളിൽ വെച്ച് കുത്തിത്തിരികിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്നും കൂടി നമ്മൾ ടേബിളൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കി എടുക്കുകയാണ്. അപ്പോഴൊക്കെ എൻ്റെ അനിയത്തി എന്ത് ചെയ്യാണ്, അവിടെ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ അടിച്ചേരിക്കൊണ്ടിരിക്കുകയാണ്. ഓൾ ഇത്രക്ക് വൃത്തിയാക്കി അടിച്ച് വാരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അവൾ അടിപൊളിയായിട്ട് അടിച്ച് വരുന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ പറഞ്ഞ് ഡെസ്ക് മേക്കോറിന്ന് കൊടുക്കാൻ നമ്മൾ പോണ്. അങ്ങനെ നമ്മൾ അങ്ങനെ ഏകദേശം നമ്മളെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ നിങ്ങൾ ആർക്കും ഒരാഴ്ച കൊണ്ട് അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് തീർത്ത പണിയാണ്. എനിക്ക് തോന്നുന്നു ഒരു 2 മാസമൊക്കെ എടുത്ത് തീർത്ത പണിയാണ് ഗൈസ്. അപ്പോൾ അത് നമ്മുടെ എന്താ പറയുക പെയിൻറ്റിങ് സാധനങ്ങളും ഒക്കെ നമ്മൾ ഈ ഒരു വേസ്റ്റുള്ള സാധനത്തിൽ ഇട്ടിട്ട് നമ്മൾ താഴെ കൊണ്ടുപോയിടാണ്. കാരണം വെച്ചാൽ വെറുതെ ഈ സ്റ്റഡി റൂമിലിട്ട് വെറുതെ വൃത്തികേടാക്കണ്ട. പിന്നെ ഉമ്മൻ്റെ എനിക്ക് നല്ല ചീത്തയും കേൾക്കുന്നുണ്ട്. എൻ്റെ സ്റ്റഡി റൂം എൻ്റെ ഡെസ്ക് ഏത് നേരം വൃത്തികേടായിക്കാരം. അപ്പം അതിന് എനിക്ക് കുറേ വാക്കും കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ ഫുള്ളായിട്ടൊന്ന് അടിച്ച് വാരി എടുക്കുകയാണ്. കാരണം വെച്ചാൽ ഞാനിട്ട വേസ്റ്റ് ആൾ തന്നെയാണ്. ഞാനിട്ട പേപ്പറും അതും ഇതും. ഒന്നാമത് ഈ പേപ്പർ വരുന്നതെന്ന് വെച്ചാൽ ഞാനിവിടെ എന്ത് വെച്ചിട്ടില്ല, എന്താ പറയുക വേസ്റ്റ് ബാസ്ക്കറ്റ് വെച്ചിട്ടില്ല. അപ്പോൾ വേസ്റ്റ് ബാസ്ക്കറ്റും കൂടി വെക്കാനുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു ലുക്ക് എന്ന് പറയുന്നത്. വാൾഗ്രിഡിൽ നമ്മൾ ടൈം ടേബിൾ സാധനങ്ങൾ തൂക്കി, അതേപോലെ തന്നെ വിഷൻ ബോർഡ് ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ടേബിൾ ഈ ഒരു ലുക്കാണുള്ളത്. വലിയ ലുക്കുണ്ടോ ചോദിച്ചാൽ നമ്മൾ പൈസ മുടക്കിയത് വെച്ച് നോക്കുമ്പോൾ നല്ല വലിയ ലുക്ക് തന്നെയാണ്. കാരണം എനിക്കൊരു പൈസ മുടക്കം അങ്ങനെ കാര്യമായിട്ട് വന്നിട്ടില്ല, അതാണ് സത്യം. അങ്ങനെ പിന്നെ നമ്മളെ വേസ്റ്റ് ബാസ്ക്കറ്റ് താഴെ ഉണ്ടായിരുന്നു, അതൊക്കെ കൊണ്ടുവന്ന് ഇവിടെ വെച്ച് ഇപ്പം കുഴപ്പമില്ലാത്തൊരു ലുക്കൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ
അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ആക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ.